എൻ്റെ ഭാവിയെല്ലാം എൻ്റെ ദൈവമറിയുന്നുവെന്ന് പൂർണ്ണ സമാധാനമോടെ നാൾ മുഴുവൻ പാടിയിടും ഞാൻ. പൂർണ്ണ സമാധാനമോടെ നാൾ മുഴുവൻ പാടിയിടും ഞാൻ. യിരെമ്യാ പ്രവചനം 29 അധ്യായം 11 വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവചനം തന്നെ വാസ്തവത്തിൽ യഹൂദയോടുള്ള പ്രവചനങ്ങളാണ്. യിരെമ്യാ പ്രവാചകൻ യഹൂദ രാജാക്കന്മാരോടും ബാബേലിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ടു പോകപ്പെട്ട യഹൂദ്യരോടും പ്രവചിക്കുന്ന കാര്യങ്ങളാണ് ഈ അധ്യായങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇസ്രായേൽ സാമ്രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. BC 925 യഹൂദ എന്നും ഇസ്രായേൽ എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു. അതിൽ യഹൂദ ബാബേലിലേക്ക് അടിമകളായി കൊണ്ടുപോകപ്പെട്ടു. അതേസമയം തന്നെ ഇസ്രായേലിനെ അസീറിയയിലേക്ക് അടിമകളായി കൊണ്ടുപോയി. ബാബേലിലേക്ക് അടിമകളായി കൊണ്ടുപോകപ്പെട്ട യഹൂദ രാജാക്കന്മാരോടും യഹൂദ ജനത്തോടുമുള്ള പ്രവചനങ്ങളാണ് വാസ്തവത്തിൽ 29 അധ്യായത്തിലും മറ്റധ്യായങ്ങളിലും നാം കാണുന്നത്. ബാബേലിൽ കിടക്കുന്ന യഹൂദ ജനത്തോട് വലിയവനായ ദൈവം യിരെമ്യാ പ്രവാചകനിലൂടെ പറയുന്നതായ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നാം രാവിലെ വായിച്ചു കേട്ടത്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്തായിരുന്നു അവർ പ്രത്യാശിക്കുന്ന ശുഭഭാവി? ഭാവിയിൽ അവർക്കൊരു നല്ല കാലം ഉണ്ടാകുമെന്ന് അവർ പ്രത്യാശിക്കുകയാണ്. ഇപ്പോൾ അവർ കടന്നു പോകുന്ന സ്ഥിതി വളരെ ഭയാനകമായൊരു സ്ഥിതിയാണ്. വല്ലാത്തൊരു ദുസ്ഥിതിയിലൂടെ അവർ കടന്നു പോകുന്നു. അവരുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും വല്ലാത്ത ബുദ്ധിമുട്ടും ഞെരുക്കവും ഒക്കെ അവർ അനുഭവിക്കുകയാണ്. ഒരു സ്വാതന്ത്ര്യമില്ലായ്മ അവർ അനുഭവിക്കുന്നു. ജീവിതത്തിൻ്റെ സന്തോഷമെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. വാസ്തവത്തിൽ അവർ ദൈവത്തെ മറന്നതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണിത് എന്നിപ്പോൾ അവർക്ക് തിരിച്ചറിവുണ്ട്. 137 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അവരുടെ നിജസ്ഥിതി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിങ്ങനെയാണ്: ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? അങ്ങനെ നാം വായിക്കുമ്പോൾ ദൈവത്തെ മറന്നുപോയ ജനം എത്രമാത്രം വലിയ കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് ഏറെക്കുറെ ബോധ്യപ്പെടുവാൻ സാധിക്കും. ജീവിതത്തിലെ സകല സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ട് അടിമകളായി കൊണ്ടുപോകപ്പെട്ട ജനം ബാബേൽ നദികളുടെ തീരത്തിരുന്ന് ഇപ്പോൾ വിലപിക്കുകയാണ്. അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ പഴയകാലത്തെ സന്തോഷവും സമാധാനവും ഒക്കെ ഓർത്തുകൊണ്ട് അവർ ഇപ്പോൾ വിലപിക്കുകയാണ്. അവർ തങ്ങളുടെ കയ്യിലുള്ള കിന്നരങ്ങളൊക്കെ എടുത്ത് അവിടെ കണ്ട അലരി വൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടു. ആ മരങ്ങളുടെ ചുവട്ടിലിരുന്നു കൊണ്ട് ദീനദീനം വിലപിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇനിയും ഇവരെ ബദ്ധരാക്കി കൊണ്ടുപോയ ആളുകൾ എന്താണ് ചെയ്യുന്നത്? ആ മനുഷ്യരൊക്കെ ഇവരുടെ അരികിൽ വന്നിട്ട് അവരോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണല്ലോ, എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല. നിങ്ങൾ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടിയാട്ടെ. നിങ്ങൾ സിയോൻ ഗീതങ്ങൾ പാടുമ്പോൾ ഞങ്ങൾക്കല്പം ആശ്വാസം ലഭിക്കും, ഞങ്ങൾക്ക് സന്തോഷം ലഭിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ കിന്നരങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടിയാട്ടെ. അവർ വളരെ ദയനീയമായി ഈ യഹൂദാജനത്തിൻ്റെ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. പക്ഷേ യഹൂദാജനം പറയുന്നു, ഞങ്ങൾ എങ്ങനെയാണ് ഈ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത്? ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ ദൈവ വഴികളിൽ നിന്ന് മാറി സഞ്ചരിച്ചത് നിമിത്തം ഞങ്ങളുടെ സകല സന്തോഷവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ എങ്ങനെ അന്യദേശത്ത് സിയോൻ ഗീതങ്ങൾ പാടും? അങ്ങനെ ധർമ്മസങ്കടത്തിലായ ഒരു സമൂഹത്തെയാണ് നാം വാസ്തവത്തിൽ 137 സങ്കീർത്തനത്തിൽ കാണുന്നത്. എന്നാൽ യിരെമ്യാ പ്രവാചകന് ഒരു വലിയ കാര്യം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. 70 വർഷങ്ങൾ കൊണ്ട് യഹൂദ ജനത്തിൻ്റെ ബാബേൽ പ്രവാസം അവസാനിപ്പിച്ച് അവർ സ്വദേശത്തേക്ക് മടങ്ങി വരും എന്ന് ദൈവം യിരെമ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്യുകയാണ്. വാസ്തവത്തിൽ ആ പ്രവചനം 70 ആഴ്ചവട്ടങ്ങളിലേക്കുള്ള ഒരു വലിയ പ്രവചനമായി ദാനിയേൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
യിരെമ്യാ പ്രവാചകൻ യഹൂദയോട് പറയുകയാണ്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെപ്പറ്റിയുള്ള നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. വലിയവനായ ദൈവം യഹൂദയോട് പറയുകയാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സന്തോഷത്തിലേക്ക് നിങ്ങളെ ഞാൻ മടക്കിക്കൊണ്ടുവരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായ നിങ്ങളുടെ ദേശത്തേക്ക് നിങ്ങളെ ഞാൻ മടക്കിക്കൊണ്ടുവരും. നിങ്ങൾക്ക് സന്തോഷം നൽകും, സമാധാനം നൽകും, നിങ്ങൾക്ക് രോഗശാന്തി നൽകും, നിങ്ങൾക്ക് ആരോഗ്യം നൽകും. ഈ കാര്യങ്ങളെല്ലാം പ്രവാചകനിലൂടെ വലിയവനായ ദൈവം യഹൂദയോട് അരുളി ചെയ്യുകയാണ്. ഇത് യഹൂദയോടുള്ള പ്രവചനമാണെങ്കിലും വാസ്തവത്തിൽ ദൈവമക്കളോടുള്ള വലിയൊരു ദൂതായിട്ട് ഇതിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പ്രവചനം വാസ്തവത്തിൽ യഹൂദയോടും യഹൂദ ജനത്തോടുമുള്ളതാണ്. കാരണം അവർ ദൈവ വഴി വിട്ടുമാറിയതുകൊണ്ട് ദൈവം അവരെ ബാബേലിലേക്ക് അടിമകളായി അയച്ചു. എന്നാൽ അവരെ ദൈവം മടക്കി വരുത്തും. ഇതിലൂടെ ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം എന്താണ്? ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. യഹൂദാജനം ബാബേൽ നദികളുടെ തീരത്തിരുന്ന് കരഞ്ഞപ്പോൾ അലരി വൃക്ഷങ്ങളിന്മേൽ അവരുടെ കിന്നരങ്ങളെ തൂക്കിയിട്ട് നിസ്സംഗരായി നോക്കിയിരിക്കുമ്പോൾ അവർ മനസ്താപപ്പെട്ടു. അയ്യോ, ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി, ഞങ്ങൾ ദൈവത്തെ നിന്ദിച്ചത് വാസ്തവത്തിൽ വലിയ പാപമായിപ്പോയി എന്നവർ മനസ്താപപ്പെട്ടപ്പോൾ ദൈവം അവരോട് അരുളി ചെയ്യുകയാണ്, നിങ്ങളെ ഞാൻ മടക്കി വരുത്തും. പ്രിയമുള്ളവരെ, നാം മനസ്താപപ്പെടുമ്പോൾ നമ്മോട് അടുത്തു വരുന്നവനാണ് നമ്മുടെ ദൈവം. വാസ്തവത്തിൽ ദൈവവചനം നമുക്ക് പ്രതീക്ഷ നൽകുന്ന ദൈവവചനമാണ്. ലോക നിയമങ്ങൾ ഒരു കുറ്റവാളിയെ എന്നത്തേക്കും തള്ളിക്കളയുമ്പോൾ ദൈവവചനം എന്നേക്കുമായി നമ്മെ തള്ളിക്കളയുന്നില്ല. നമ്മെ തിരികെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നടത്തുന്ന പ്രതീക്ഷ നൽകുന്നതാണ് ദൈവവചനം. വാസ്തവത്തിൽ നമ്മെ ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു നിയമസംഹിത ഉണ്ടെങ്കിൽ അത് ദൈവവചനം മാത്രമാണ്. ലോകം മുഴുവനും നമ്മെ ഒരുപക്ഷെ തള്ളിക്കളഞ്ഞെന്നിരിക്കാം, സഹായങ്ങളെല്ലാം അറ്റുപോയെന്നിരിക്കാം, യാതൊരു ഗതിയുമില്ലാത്ത നിലയിലേക്ക് നാം മാറ്റപ്പെട്ടെന്നിരിക്കാം. എന്നാൽ ദൈവവചനം ഒരിക്കലും നമ്മെ തള്ളിക്കളയുന്നില്ല. നമ്മുടെ പ്രയാസത്തിൽ, നമ്മുടെ സങ്കടത്തിൽ, നമ്മുടെ ദുഃഖത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുകയും നമുക്കൊരു ശുഭഭാവി ഉണ്ടെന്ന് പ്രത്യാശ നൽകുകയും ചെയ്യുന്നതാണ് ദൈവവചനം. ഒരുപക്ഷെ ഡോക്ടേഴ്സൊക്കെ പരമാവധി ചികിത്സിച്ച് എല്ലാ ചികിത്സകളും ചെയ്ത് അവസാനമായി തള്ളിക്കളയുന്ന സമയത്ത് ബന്ധുക്കളോട് ഡോക്ടേഴ്സ് പറയുന്നൊരു കാര്യമുണ്ട്, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ, ദൈവം അത്ഭുതം പ്രവർത്തിച്ചെങ്കിലേ ഈ ആയുസ് തിരികെ ലഭിക്കുകയുള്ളൂ. അവസാനമായി പ്രതീക്ഷയ്ക്ക് വകയുള്ളത് എവിടെയാണ്? കർത്താവിൻ്റെ കരങ്ങളിലാണ്. എല്ലാ ചികിത്സകളും അവസാനിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരങ്ങളെ തുറക്കുന്നു. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ സ്വർഗം നമുക്ക് വേണ്ടി നല്ല പ്രതീക്ഷകൾ നൽകുകയാണ്. അടുത്ത നിമിഷം ജീവിതത്തിൽ സംഭവിക്കുന്ന ഭയാനകമായ കാര്യങ്ങൾ ഓർത്ത് വല്ലാതെ ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവവചനം നമ്മോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവിയുണ്ട്. ആ ശുഭഭാവി നിനക്ക് നൽകുവാൻ തക്കവണ്ണം നിന്നെപ്പറ്റിയുള്ള നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എത്ര അനുഗ്രഹകരമായ വചനങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്ന! വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുടെ വചനങ്ങൾ, പ്രതീക്ഷയുടെ വചനങ്ങൾ, ശുഭഭാവിയെ സംബന്ധിച്ചുള്ള അനുഗ്രഹകരമായ അരുളപ്പാടുകൾ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. വലിയവനായ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ദൈവവചനം നമ്മോട് സംസാരിക്കുന്നു, നമ്മെ ആശ്വസിപ്പിക്കുന്നു, നമ്മെ ധൈര്യപ്പെടുത്തുന്നു. ഇരുളടഞ്ഞ ഭാവിയെപ്പറ്റി കണ്ടുകൊണ്ട് വല്ലാതെ മനസ്സ് വിഷമിക്കുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ വാക്കുകളെ കേൾക്കുന്നുവെങ്കിൽ ദൈവവചനം നമ്മോട് പറയുകയാണ്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി നിങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം നിങ്ങളെപ്പറ്റിയുള്ള നിരൂപണങ്ങൾ ഇന്നവെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ. ലോക മനുഷ്യരൊക്കെ നൽകുന്ന വാഗ്ദാനങ്ങൾ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതാണെങ്കിൽ ഈ ലോകത്തിന് അപ്പുറത്ത് നിത്യത വരെയും നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രതീക്ഷയും പ്രത്യാശയും നമുക്ക് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ് ദൈവവചനം നമുക്ക് നൽകുന്നത്. ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന ഒരു ശുഭഭാവി അല്ല നമുക്കുള്ളത്. ഈ ലോകത്തിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നിത്യത മുഴുവനും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ശുഭഭാവിയെ സംബന്ധിച്ചുള്ള അനുഗ്രഹകരമായ അരുളപ്പാടാണ് വാസ്തവത്തിൽ പ്രവാചകൻ നമുക്ക് നൽകുന്നത്. ഈ ലോകം നശ്വരമാണ്. ജീവിതമെന്ന് പറയുന്നത് നിമിഷാർദ്ധങ്ങൾ കൊണ്ട് അവസാനിക്കുന്നതാണ്. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രയാകുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ ജീവിതത്തിനപ്പുറമായി ലഭിക്കുന്ന നിത്യത മുഴുവൻ നീണ്ടു നിൽക്കുന്ന അവസാനമില്ലാത്ത നിത്യത മുഴുവനും കർത്താവിനോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുഭഭാവി ദൈവമക്കൾക്കുണ്ടെന്ന് പ്രഖ്യാപനം ചെയ്യുന്ന ദൈവവചനത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇതുവരെയും താങ്കൾ ആ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്
വരുവാനുള്ള കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവിയെ സംബന്ധിച്ചുള്ള അനുഗ്രഹകരമായ അരുളപ്പാടുകൾ ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ. ആ വചനത്തിൽ ആശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനും സമാധാനിക്കുവാനും സന്തോഷിക്കുന്ന ഒരു ജീവിതം നയിക്കുവാനും കർത്താവ് നിങ്ങളെ ഇടയാക്കട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു സമയം കൂടെ വചനധ്യാനത്തിനായി ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾ പ്രത്യാശിക്കുന്നൊരു ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞങ്ങളെപ്പറ്റിയുള്ള നിരൂപണങ്ങൾ ഇന്നവയെന്നറിയുന്ന കർത്താവിൻ്റെ വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും കർത്താവെ, ഞങ്ങൾ ഭാവിയെ സംബന്ധിച്ച് നിരാശയുള്ളവരായി മുൻപിലേക്ക് നോക്കിയിട്ട് ഒരു ചുവട് വയ്ക്കുവാൻ സാധ്യതയില്ലാതെ നിരാശാബാധിതരായി തീരുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹകരമായ ശുഭപ്രതീക്ഷകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുമ്പോൾ കർത്താവെ, അനേകരുടെ ഭാവിയെ സംബന്ധിച്ചുള്ള വലിയ ചിന്ത അവർക്കുണ്ടാകുവാൻ, ദൈവത്തോട് കൂടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തെ സംബന്ധിച്ചുള്ള വലിയ തിരിച്ചറിവ് ഉണ്ടാകുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയും. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. മുന്നിലൊരു ചോടു വയ്പ്പാൻ മാത്രമിട കാണുന്നു ഞാൻ. ആയതു മതിയെനിക്കു ശേഷമെല്ലാം ദൈവഹിതം. ആയതു മതിയെനിക്കു ശേഷമെല്ലാം ദൈവഹിതം. ലോകയിരുൾ നീങ്ങിടുമ്പോൾ സ്വർഗമെന്മേൽ ശോഭിച്ചിടും. എന്നെ അനുഗമിക്കുന്നു നേർത്ത സ്വരം കേട്ടിടും ഞാൻ. എന്നെ അനുഗമിക്കുന്നു നേർത്ത സ്വരം കേട്ടിടും ഞാൻ.